ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ഈ EPF അഥവാ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, മിക്ക സമയം നമ്മൾ PF എന്നൊക്കെയാണ് വിളിക്കുക. ഇത് ശരിക്കും എന്താണ്, ഇതിന് ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ EPFൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ലേറ്റസ്റ്റ് റൂൾസ് പ്രകാരം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് മോശം കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ശരിക്കും EPF എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ചേഞ്ചസ് മാത്രമേ മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ടൈം ലൈനിൽ അവിടേക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് ശരിക്കും EPF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ എംപ്ലോയീസിനും വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്ന ഒരു റിട്ടയർമെന്റ് സേവിംഗ് സ്കീമാണ്. അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സേവിംഗ് സ്കീമാണ് ഈ EPF എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം, ഈ EPF അഥവാ പ്രൊവിഡന്റ് ഫണ്ട് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15,000 രൂപയുടെ താഴെ സാലറി കിട്ടുന്ന എല്ലാവർക്കും ഈ EPF മാൻഡേറ്ററി ആണ്. അതിന് മുകളിൽ സാലറി കിട്ടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ EPFന് ഓപ്റ്റ് ഇൻ ചെയ്യാം. ഓൾസോ ഈ EPF എല്ലാ കമ്പനീസിലും ഉണ്ടാവണമെന്നില്ല. 20-ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള കമ്പനീസിനായിരിക്കും ഈ EPF ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ EPFന്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ഈ പൈസ ആക്ച്വലി ഇടുക. അപ്പോൾ ഇവിടെ എംപ്ലോയറും എംപ്ലോയും രണ്ട് പേരും ഇടണം. രണ്ട് പേരും എക്സാക്ട്ലി 12% വീതമാണ് ഇടേണ്ടത്. 12% എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബേസിക് സാലറിയുടെ ആണ്. പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും DA അഥവാ ഡിയർനെസ് അലവൻസ് ഉണ്ടെങ്കിൽ, മിക്ക പ്രൈവറ്റ് കമ്പനീസിലൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പബ്ലിക് കമ്പനീസ് അഥവാ PSUലൊക്കെയാണ് ഉണ്ടാവുക. അതും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ 12% എംപ്ലോയറും അതുപോലെ എംപ്ലോയും, അതായത് നിങ്ങളുടെ കമ്പനി 12%, നിങ്ങളൊരു 12% കൂടെ ഈ EPF അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. പക്ഷേ EPF അക്കൗണ്ട് കമ്പനിയുടെ അല്ല, നിങ്ങളുടെയാണ്. നാളെ നിങ്ങൾക്കായിരിക്കും ഇതിന്റെ ഫുൾ ബെനിഫിറ്റ്സും കിട്ടാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ ബേസിക് സാലറി 20,000 രൂപ പെർ മന്ത് ആണ്. അങ്ങനെയാണ് നിങ്ങൾ നിർബന്ധമല്ല EPFൽ നിങ്ങൾ എൻറോൾ ചെയ്യണമെന്ന്. പക്ഷേ EPFൽ എൻറോൾ ചെയ്യുന്നതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 20,000 രൂപ മന്ത്ലി സാലറിയാണ്. നിങ്ങളുടെ വർഷ സാലറി വരാൻ പോകുന്നത് 2,40,000 രൂപയാണ്. ഇത് ബേസിക് സാലറിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സാലറി സ്ട്രക്ചർ എങ്കിൽ നിങ്ങൾ ഓരോ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന EPF തുക എന്ന് പറഞ്ഞാൽ 57,600 റുപ്പീസാണ്. 12% നിങ്ങളുടെ ഭാഗയും 12% കമ്പനിയുടെ വകയും ചേർത്ത് 24% ഈ ഒരു എമൗണ്ട് വരിക. ഈ ഒരു 57,000 രൂപയായിരിക്കും നിങ്ങൾ ഓരോ വർഷവും നിങ്ങളുടെ EPF അക്കൗണ്ടിലേക്ക് ഇടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 12% നിങ്ങൾ തന്നെ നിങ്ങളുടെ ബേസിക് സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കമ്പനി ചെയ്തോളൂ. ബാക്കിയുള്ള 12% കമ്പനി ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് ഈ EPFലേക്ക് പൈസ ഇട്ടതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണമുള്ളത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പൊതുവേ നമ്മൾ ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 to 7% ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ EPFിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷമായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ കറൻറ്റ്ലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8.25% ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനറലി ബാങ്കിലെ FDനേക്കാളും പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റിനേക്കാളൊക്കെ ജനറലി 1% കൂടുതലായിരിക്കും ഈ EPFൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ടാക്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഇതിൽ 3 ടൈപ്പിലാണുള്ളത്. ഫസ്റ്റ്, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൽ, അതായത് നിങ്ങളുടെ എംപ്ലോയി 1.5 ലക്ഷം വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, മാത്രമല്ല നിങ്ങളുടെ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ 7.5 ലക്ഷം വരെയും അത് ടാക്സ് എക്സംപ്റ്റ് ആണ്. ഇതിൻ്റെ അർത്ഥം ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ എന്തൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു അതിലൊക്കെ നിങ്ങൾ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കണം. നിങ്ങൾ ടാക്സ് സ്ലാബ് പ്രകാരം നിങ്ങൾ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കണം. പക്ഷേ നിങ്ങൾ EPFൽ കൊണ്ടുപോയിട്ട് 1.5 ലക്ഷം വരെ രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ടാക്സ് ഗവൺമെൻറ് അടയ്ക്കേണ്ട. മാത്രമല്ല എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷനിലും 7.5 ലക്ഷം വരെ ടാക്സ് നിങ്ങൾ അടയ്ക്കാതെ ആയിരിക്കും നിങ്ങൾ ഇടാൻ പോകുന്നത്. ഇത് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് FD ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാലറി കിട്ടി, നിങ്ങൾ FDയിൽ ഫുൾ പൈസ കൊണ്ടിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം നിങ്ങൾ ആ കിട്ടിയ പൈസയിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ബാക്കിയുള്ള പൈസ ഒബ്വിയസ്ലി നിങ്ങൾക്ക് FDയിൽ കൊണ്ട് ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു ടാക്സ് നിങ്ങൾക്ക് EPFൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൽ 1.5 ലക്ഷം വരെ പ്ലസ് ആ ഒരു 7 ലക്ഷം വരെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന 8.25% ഇൻട്രസ്റ്റിൽ, ആ ഇൻട്രസ്റ്റിലും നിങ്ങൾക്ക് ടാക്സ് എക്സംപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയർ തരുന്ന കോൺട്രിബ്യൂഷനിലെ ഇൻട്രസ്റ്റ് ഫുള്ളി ടാക്സ് എക്സംപ്റ്റ് ആയിരിക്കും. അതിൽ ടാക്സ് ഉണ്ടാവുന്നതായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇടുന്ന കോൺട്രിബ്യൂഷനിലെ 2.5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് വരെ ഈ ഒരു ടാക്സ് എക്സംപ്ഷൻ ഉണ്ടാവും. ഇത് വീണ്ടും നമുക്ക് FD ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 7% FDയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കാം. ആ 7% ആക്ച്വലി നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 20% ഒക്കെ ഇൻകം ടാക്സ് ബ്രാക്കറ്റിലാണ് വരുന്നതെങ്കിൽ 20% കിഴിച്ചിട്ടുള്ള പൈസയെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്ക് 7% ഇൻട്രസ്റ്റ് ആയിട്ട് FDയിൽ നിന്ന് കിട്ടുമെങ്കിലും ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ 5%, ചിലർക്ക് 4% ഒക്കെ ഉണ്ടാവുള്ളൂ മിക്ക സമയത്ത്. പക്ഷേ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് EPF അക്കൗണ്ടിൽ വരില്ല. നല്ലൊരു എമൗണ്ട് വരെ EPF അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ടാക്സ് എക്സംപ്റ്റ് ആയിരിക്കും. അതായത് 8.25% നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫുൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് കാര്യമാണ് വിത്ഡ്രോയൽ. അപ്പോൾ വിത്ഡ്രോയൽ നിങ്ങൾ 5 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കോൺട്രിബ്യൂട്ട് അങ്ങനെ 5 വർഷം ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ പൈസ ടാക്സ് എക്സംപ്റ്റ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണം മ്യൂച്വൽ ഫണ്ട് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അത്
അത് 20 ലക്ഷം രൂപയായാൽ ആ 20 ലക്ഷം രൂപയിൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12.5% ആണ്. അപ്പോൾ ആ 12.5% നിങ്ങൾ അടച്ചിട്ട് ബാക്കി എമൗണ്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പോക്കറ്റിൽ ഇടാൻ പറ്റുള്ളൂ. EPF ഇടുന്ന പൈസയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും അതുപോലെ നിങ്ങൾ ഇട്ട പൈസയൊക്കെ ഗ്രോ ചെയ്ത് 5 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ പൈസ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ വിഡ്രോയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫുൾ പൈസ നിങ്ങളുടെ തന്നെയാണ്. വിത്തിൻ 5 ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ വിത്തിൻ 5 ഇയേഴ്സ് എടുക്കുകയാണെങ്കിലും ഈ ഒരു വിഡ്രോയിൽ ടാക്സ് എക്സംഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ടാക്സ് എക്സംഷനും അതുപോലെ 8.4% എല്ലാ വർഷവും ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ EPF എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും ഈ EPF എൻറോൾ ആയിരിക്കണം എന്നുള്ള കാര്യം. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാകുന്ന ചോദ്യം, ഈ EPF ഇത്രയും ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അത് ആക്ച്വലി സേഫ് ആണെന്നാണ്. കാരണം പൊതുവേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10%, 12%, 14% ഒക്കെ ഓരോ വർഷം നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. പക്ഷെ അവിടെ റിസ്ക്കും ഉണ്ട്. കാരണം എല്ലാ വർഷവും അത് കിട്ടണമെന്നില്ല. ഓവർ ലോങ് പീരീഡ് ഒക്കെയാണ് കിട്ടുക. ഇതും അതുപോലത്തെ വലിയ പരിപാടിയാണോ? ഒരിക്കലുമല്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ EPF എന്ന് പറഞ്ഞ സംഗതി ആക്ച്വലി ഗവൺമെന്റ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ EPF ആക്ച്വലി മാനേജ് ചെയ്യുന്ന EPFO എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ്. EPFOനെ ആക്ച്വലി ബാക്ക് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക്സിൽ FD ഇടുന്നതിനെക്കാട്ടിലും സേഫ് ആണ് നിങ്ങൾ EPFിലിട്ട പൈസ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇൻട്രസ്റ്റ് എല്ലാ വർഷത്തേക്കും ഇനി അങ്ങോട്ട് 8.4% എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് അല്ല. അത് ഓരോ വർഷം ഗവൺമെന്റ് തീരുമാനിക്കുന്നതായിരിക്കും. പക്ഷേ ജനറലി നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ FDനെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് EPFിലുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ EPF എന്താണെന്നും അതിന്റെ സംവിധാനം എന്താണെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ലേറ്റസ്റ്റ് ചേഞ്ചസ് എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ EPFO 3.0 എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് വരുത്തിയ കുറച്ച് ചേഞ്ചസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് നിങ്ങളുടെ EPFിൽ നിങ്ങൾ ശേഖരിച്ച് വെച്ച പൈസയിൽ എത്ര പൈസ നിങ്ങൾക്ക് ആക്ച്വലി എടുക്കാൻ പറ്റും? നിങ്ങൾക്ക് 75% പൈസയെ ഏതൊരു സമയത്തും എടുക്കാൻ പറ്റുള്ളൂ. 25% നിങ്ങളുടെ പൈസ അത് ആ EPF അക്കൗണ്ടിൽ തന്നെ കംപ്ലീറ്റ് സമയത്ത്, അതായത് നിങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുന്നവരെ അതിൽ കിടക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ EPF അക്കൗണ്ടിലെ ബാലൻസ് 4 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓരോ കാരണങ്ങൾക്ക്. അതും തോന്നിയ പോലെ പോയി എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിയുള്ള 1 ലക്ഷം രൂപ ഏത് സമയത്തും ആ ഒരു EPF അക്കൗണ്ടിൽ തന്നെ കിടക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും വന്ന ലേറ്റസ്റ്റ് ചേഞ്ച്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നമുക്ക് ആ 75% വരെയുള്ള പൈസ എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമപ്രകാരമാണെങ്കിൽ 13 റീസൺസ് ഉണ്ടായിരുന്നു. ആ 13 റീസൺസിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള സബ് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും കൂടി അവർ ചുരുക്കിയിട്ട് 3 റീസൺസ് അഥവാ 3 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് എസെൻഷ്യൽ നീഡ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അസുഖം വന്നാൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, മാരേജിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ആ പൈസ വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ ഹൗസിംഗ് നീഡ്സ്, അതായത് വീടിൻ്റെ പർച്ചേസ്, വീടിൻ്റെ കൺസ്ട്രക്ഷൻ, റീപേയ്മെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ആ 75% പൈസ എടുക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ്ലി ഉള്ളത് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ്. ജോബ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി, എമർജൻസീസ്, കോവിഡ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന എടുക്കാവുന്നതാണ്. ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഈ പ്രശ്നം വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ വേറെ ജസ്റ്റിഫിക്കേഷനോ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ ആ 75% വരെയുള്ള പൈസ എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ചില ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. കാരണം ചില വാട്സപ്പ് ഫോർവേഡ്സിലും അതുപോലെ ന്യൂസിലൊക്കെ 100% വരെ EPF പൈസ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചതാണ്. ഈ 100% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം പൈസയുടെ 100% അല്ല. അതായത് EPFനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പൈസ എത്രയാ? 75% അല്ലേ? അതാണ് എലിജിബിൾ എമൗണ്ട്. ആ 75%ന്റെ 100% നിങ്ങൾക്ക് എടുക്കാമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് ഓവറോൾ ബാലൻസിൻ്റെ എത്ര തന്നെ പറ്റുള്ളൂ? 75% പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും 100% പൈസ നിങ്ങളുടെ EPFിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. 75% തന്നെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആക്കാം. മറ്റൊരു ചേഞ്ച് വന്നത് യൂണിഫോം സർവീസ് പീരീഡിൻ്റെ ആണ്. അതായത് പണ്ടത്തെ റൂൾസ് പ്രകാരമാണെങ്കിൽ 5 to 7 വർഷം നിങ്ങൾ സർവീസ് ചെയ്താലേ, അതായത് EPF അക്കൗണ്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വിഡ്രോവൽ പെർമിറ്റഡ് ആയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ റൂൾസ് പ്രകാരം ആ 5 to 7 വർഷം എന്നുള്ള മാറ്റിയിട്ട് 12 മാസം, അതായത് 1 വർഷം നിങ്ങൾ EPF അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വിഡ്രോവൽ പെർമിറ്റഡ് ആണ്. ആ വിഡ്രോവലും തോന്നിയ പോലെ അല്ല, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവണം. ആ റീസൺസ് പ്രകാരം വിഡ്രോവൽ പെർമിറ്റഡ് ആണ്. വീണ്ടും വിഡ്രോവൽ 75% വരെ. അപ്പോൾ ഈ ഒരു ചേഞ്ച് ആക്ച്വലി ബെനിഫിഷ്യൽ ആയ ഒരു ചേഞ്ച് ആണ്. കാരണം പണ്ടൊക്കെയാണ് നിങ്ങൾ 5 വർഷം വരെയൊക്കെ മിക്ക സമയത്തും വെയിറ്റ് ചെയ്യണമായിരുന്നു ഈ പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൈസ വിഡ്രോവൽ പാർഷ്യലി ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. മറ്റൊരു ചേഞ്ച് വന്നത് ഈ എടുക്കുന്നതിൻ്റെ ലിമിറ്റ്സിലാണ്. പണ്ടത്തെ നമ്മുടെ റൂൾസ് പ്രകാരമാണ് നോക്കുകയാണെങ്കിൽ
എഡ്യൂക്കേഷനും മാരേജും അങ്ങനത്തെ ഇവൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ 3 തവണ വരെ നിങ്ങൾക്ക് എടുക്കാം. 3 തവണ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയുടെ 3 ടൈംസ് അല്ല, 3 പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്, രണ്ടും കൂടി ചേർത്തിട്ട്. പുതിയ റൂൾസ് പ്രകാരം എഡ്യൂക്കേഷന് വേണ്ടി മാത്രം നിങ്ങൾക്ക് 10 തവണ, അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾക്ക് 10 പ്രാവശ്യം എടുക്കാവുന്നതാണ്. ഓൾസോ മാരേജ്, സ്വന്തം മാരേജിനായിക്കോട്ടെ കുട്ടികളുടെ മാരേജിനായിക്കോട്ടെ, അതിന് വേണ്ടി 5 തവണ വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ മാരേജിന് എഡ്യൂക്കേഷന് വേണ്ടി പൈസ എടുക്കാൻ പറ്റുന്ന ലിമിറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി നോക്കേണ്ടത്, നമുക്ക് ആ 75% പൈസ എടുക്കാം, ഓക്കെ, പക്ഷേ ആ 25% കൂടെ എടുക്കാൻ പറ്റുന്ന സിനാരിയോസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ജോലി പോയി, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, ആ 75% എടുക്കാവുന്നതാണ്. പക്ഷേ ആ ബാക്കിയുള്ള 25% നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോഴും, അതേ 12 months കഴിയുമ്പോഴും നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്കി വരുന്ന ആ 25% കൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ 25%-ൽ 2 കോമ്പണൻസ് ഉണ്ടാവും. ഒന്ന് ആക്ച്വലി EPF കിടക്കുന്ന പൈസ, അത് വിത്തിൻ 1 year നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു പൈസയിൽ ചെറിയൊരു ശതമാനം പൈസ EPS, എംപ്ലോയി പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ സ്കീമിലേക്ക് പോകുന്നുണ്ടാവും. അത് 36 മാസം കഴിഞ്ഞിട്ട്, അതായത് 3 വർഷം കഴിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ EPF ഇടുന്ന പൈസയിൽ 12% ആ ഒരു 12%-ലെ 8.33% ആക്ച്വലി EPS അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പെൻഷൻ അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ശതമാനം പൈസ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുതിയ റൂളിൽ കൊണ്ടുവന്ന കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചേഞ്ചസിൻ്റെ എതിരെയാണ് ആൾക്കാർ കൂടുതലായി സംസാരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ജോലി പോയാൽ പോലും പണ്ടത്തെ സ്കീം പ്രകാരമാണ് 2 മാസം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ പൈസ എടുക്കായിരുന്നു. ഇപ്പോൾ അത് 1 വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 3 വർഷം വെയിറ്റ് ചെയ്താലേ ആക്ച്വലി ഫുൾ പൈസ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അത്രയും നല്ലൊരു ചേഞ്ച് അല്ല, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ സർക്കംസ്റ്റാൻസിലും ആ 25% എടുക്കാൻ പറ്റും. ആ സർക്കംസ്റ്റാൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ, ബേസിൽ റിട്ടയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ശേഖരിക്കുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പൈസ ഇമീഡിയറ്റ്ലി വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ പെർമനന്റ് ഡിസേബിലിറ്റി, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 25% കൂടെ നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി വിഡ്രോ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വന്ന പുതിയ ചേഞ്ച് ആണ് 0 ഡോക്യുമെന്റ് വിഡ്രോവൽ. അപ്പോൾ നമ്മൾ ഏർലിയർ റൂൾസ് പ്രകാരമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ EPFO ഒക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര സേഫാണ്, നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പൈസ എടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ലായിരുന്നു. കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യണം, ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുതിയ റൂൾസ് പ്രകാരം ഇവർ പറയുന്നത് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഡിജിറ്റൈസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റും ഫിസിക്കൽ പേപ്പർ വർക്കും ഒന്നും ഇല്ലാതെ തന്നെ ഇവരുടെ ഉമ്മങ് ആപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ EPFന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നേരെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചേഞ്ച് പുതിയ റൂൾസ് പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പൈസ എടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആവേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ EPF റൂൾസിൽ വന്ന മാറ്റങ്ങൾ. തീർച്ചയായും ഈ പുതിയ ചേഞ്ചസിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ആക്ച്വലി നല്ലതാണോ, ആക്ച്വലി മോശമാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, 5 വർഷം to 7 വർഷം വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കിയിട്ട് അത് 1 വർഷത്തേക്ക് കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ പോലും നിങ്ങൾ 1 വർഷം വെയിറ്റ് ചെയ്തിട്ടേ നിങ്ങളുടെ പൈസ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ആക്ച്വലി ഒരു നല്ല കാര്യമല്ല. അപ്പം അങ്ങനെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കാം. പ്രാക്ടിക്കലി ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് EPFലുള്ള പൈസ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇനി മുതൽ. കാരണം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ പൈസ ഇമീഡിയറ്റ്ലി എടുക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സെപ്പറേറ്റ് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്തിട്ട് ഒരു ബാങ്കിലെ സേവിങ്സ് ഡെപ്പോസിറ്റിലോ അല്ലെ FDയിലോ ഇട്ട് വെക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനറലി നമ്മൾ പറയാം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 6 മാസത്തെ എക്സ്പെൻസ് ആണ്. അതിപ്പോൾ 1 വർഷത്തെ എക്സ്പെൻസ് 1.5 വർഷത്തെ എക്സ്പെൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ മിനിമം ഒരു 6 മാസത്തെ എക്സ്പെൻസ് എങ്കിലും നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിൽ സേഫായിട്ട് ഇട്ടിട്ട് മതി ബാക്കിയുള്ള നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതുകൂടാതെ തീർച്ചയായും എടുത്തിരിക്കേണ്ട കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. കൂടാതെ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻകമ്മിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഈ EPFനെയൊക്കെ നിങ്ങൾ ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു EPF നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് തീരെ കാണാൻ പറ്റില്ല. നേരെ മറിച്ച് അതൊരു റിട്ടയർമെന്റ് ഫണ്ടായിട്ട് വേണം നിങ്ങൾ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി ഗവൺമെന്റ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു, ഡിസൈൻ ചെയ്തിരിക്കുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു റൂൾസിൽ ചേഞ്ച് വന്നതോടുകൂടെ അത് വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് കാണിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എമർജൻസി ഫണ്ടായിട്ട് അവർ തരാൻ പോകുന്നില്ല, അത് ലോങ് ടേമിലേക്ക് റിട്ടയർമെന്റ് ആയിട്ട് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് എമർജൻസി ഫണ്ടിന് വേണ്ടി വേറെ നിങ്ങൾ ഒരു മാർഗ്ഗം കണ്ടുവെക്കുക, അതിന് സേവിങ്സ് വേറെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. എന്നിട്ടൊരു റിട്ടയർമെന്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വേണം നിങ്ങൾ EPFനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനും പറ്റും. ഇതിലെ ഡിസഡ്വാൻറ്റേജ് പോലും നിങ്ങൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയി മാറില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായും കാണാൻ വേണ്ടി നോക്കുക. ഓൾസോ ഈ EPF അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.